അങ്ങനെ തമ്മിൽ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ കാര്യങ്ങൾ ചെയ്തു. അവിടെ തെരച്ചിൽ നടന്നു. അതിന് നമ്മളടക്കം നേരിട്ട് അവിടെ പോയി അതിന് സാക്ഷികളായവരാണ്. ആർമി വന്നു മണ്ണ് മാറ്റി. നേവി വന്നു. അവർ പുഴയിലെ ഒഴുക്ക് 6-8 നോട്ടിക്കലാണെന്ന് ഇറങ്ങാൻ നിന്നു. ഈശ്വർ മാൽപ്പെ വന്നു ഇറങ്ങി കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇവിടെ എന്താണ് അർജുൻ ലോറി എവിടെയാണെന്ന് ചോദ്യം അവിടെ അങ്ങനെ നിൽക്കുന്നു, ഒരു പ്രഹേളികയായി നിൽക്കുന്നു. ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഒരു 15 അടിയോ 20 അടിയോ ആഴത്തിൽ കിടക്കുന്ന ഒഴുക്കുള്ള വെള്ളത്തിൽ കിടക്കുന്ന എന്തെങ്കിലും സംവിധാനം കണ്ടെടുക്കാൻ അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ നമ്മുടെ സംവിധാനം പരാജയമാണ് എന്ന പരാജയം സമ്മതിക്കൽ ഒരു സിസ്റ്റമിക് ഫെയിലിയർ അല്ലേ ശ്രീ സുഭാഷ് ചന്ദ്രബോസ്? ശ്രീ ഹാഷിം, ഞാനിന്നിവിടെ സംസാരിക്കുമ്പോൾ ഡൽഹിയിൽ കുറേ വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയാണ് തെരുവിൽ. അവിടെയും വെള്ളമാണ് പ്രശ്നം. അവിടുത്തെ ഫ്ലഡുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രശ്നം. അവിടെ ഒരു ഓട പൊട്ടി അവിടെ IAS അക്കാഡമിയിൽ കയറി കേരളത്തിലെ തന്നെ വളരെ MPhil JNUവിലൊക്കെ പോയി MPhilൊക്കെ പഠിച്ച് വളരെ ഒരു IASൻ്റെ ആസ്പിരൻ്റായി പോയ വളരെ വേണ്ടപ്പെട്ട എനിക്ക് അറിയാവുന്ന ഫാമിലി കൂടിയാണത്. മകൻ അവിടെ മരിച്ചുപോയി. എൻ്റെ ഒരു പരിചയമുള്ള ആളിൻ്റെ മകൻ മരിച്ചുപോയി. വേറെ 2 പേരും മരിച്ചു. അതും വെള്ളവുമായി ബന്ധപ്പെട്ടൊരു ദുരന്തമാണ്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോടിൽ നടന്നതും വെള്ളവുമായി ബന്ധപ്പെട്ട ദുരന്തമാണ്. ഇവിടെ സംഭവിക്കുന്നത് മഴയും വെള്ളവുമായി ബന്ധപ്പെട്ട ഗംഗാവലി പുഴയിലെ വെള്ളവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ്, ആ ലാൻഡ് സ്ലൈഡും ഒരു വാട്ടർ റിലേറ്റഡ് ഡിസാസ്റ്ററാണ്. ലാൻഡിലാണ് നടക്കുന്നതെങ്കിലും ഒരു വാട്ടർ റിലേറ്റഡ് ഡിസാസ്റ്ററാണ്. വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നും അതിന് എന്തൊക്കെ സംവിധാനം ഒരുക്കണമെന്നുമുള്ള കൃത്യമായ പ്രോട്ടോക്കോളും SOPയും നമ്മുടെ രാജ്യത്തുണ്ട്. 2005 സുനാമി വന്നതിന് ശേഷം 2004 സുനാമി വന്നതിന് ശേഷം 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നാഷണൽ ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ, ഈവൻ വില്ലേജ് ലെവലിൽ വരെയുള്ള വലിയ വിപുലമായ സന്നാഹമുള്ള ഒരു നിയമമാണത്. വലിയ അധികാരമാണുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ഇന്ദ്രപാൽ സാർ പറഞ്ഞൊരു കാര്യം സച്ചിൻ ദേവ് MLA അടക്കം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ അദ്ദേഹം പോയി സഹായിച്ചപ്പോഴും അവിടെ അതിനുള്ളൊരു എക്സ്പെർട്ടൈസ് ഇല്ലെന്നാണ് പറയുന്നത്. ബാക്കി തലങ്ങളിൽ എക്സ്പെർട്ടൈസ് ഇല്ല, അതിനൊരു പ്ലാൻ ഇല്ല എന്നൊക്കെയാണ് ഇന്ദ്രപാൽ സാറും സൂചിപ്പിക്കുന്നത്. ഞാൻ സൈറ്റ് പോയി കണ്ട ആളല്ല, പക്ഷേ സൂചിപ്പിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു ആക്സിഡൻ്റ് എന്നുള്ള നിലയിൽ ആദ്യം കൈകാര്യം ചെയ്ത് പോയൊരു കാര്യം ലാൻഡ് സ്ലൈഡ് എന്ന ഡിസാസ്റ്ററിലേക്ക് മാറിയപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വോളിയം ഓഫ് തിങ്കിങ്, വർക്കിൻ്റെ വോളിയമല്ല ഞാൻ പറയുന്നത്. അവിടെ സേന വന്നു, NDRF വന്നു, വർക്കിൻ്റെ വോളിയം അല്ല പ്രധാനം. ഒരു ക്രൂഷ്യൽ ഡിസിഷൻസ് എടുക്കാനുള്ള, വൈസായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇവിടെ ഈ കാർവാർ MLA പണിയെടുത്തു. അവിടെ നടന്നില്ല. നമ്മൾ ഈ ദിവസങ്ങൾ അവിടെ പോയി കാർവാർ MLA പണിയെടുത്തു. കാർവാർ MLA ഇപ്പോൾ ഈ ഇന്ദ്രപാലൻ സാറിനെ അതേ സംവിധാനം കൊണ്ടുവരാൻ കാർവാർ MLA നേരിട്ട് ഇടപെടുകയാണ്. അതും നമ്മുടെ കേരളത്തിൽ ഉള്ള പരിചയം വെച്ചിട്ട് അങ്ങനെ പോകുന്ന വഴിയാണത്. ഈശ്വർ മാൽപ്പെ വിളിക്കുന്നതും കാർവാർ MLAയുടെ എന്താണ് ആ മുൻകൈയിലാണ്. JCB കൊണ്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ മുൻകൈയിലാണ്. ഈ പോണ്ടു അദ്ദേഹത്തിൻ്റെ മുൻകൈയിലാണ്. ശരിയാണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തികൾ, ഒരു ജില്ലാ ഭരണകൂടം അവർക്ക് കഴിയാവുന്ന, ഇപ്പോൾ അവിടുത്തെ കളക്ടർ ആവട്ടെ, SP ആവട്ടെ, രാപ്പകൽ പണിയെടുത്തു, ഒരു തർക്കം അക്കാര്യത്തില്ല. പക്ഷേ ആ ജില്ലാ ഭരണകൂടം എടുത്ത ഇനിഷ്യേറ്റീവ് എന്നതിനപ്പുറം ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇടപെടൽ ഉണ്ടാവണ്ടേ? അവിടെ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇടപെടൽ ഉണ്ടാവണ്ടേ? അത് ഉണ്ടായിട്ടുണ്ടോ ശ്രീ സുഭാഷ് ചന്ദ്രബോസ്? അത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഒന്നാമത്തെ ദിവസം തന്നെ നമ്മുടെ കയ്യിൽ ഇത് നിൽക്കില്ല എന്ന് മനസ്സിലാക്കി. ഈ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ലല്ലോ. ഇത് വലിയ ഡിസാസ്റ്റർ അല്ലേ ഉണ്ടായത്. കാര്യം ഒരിടത്ത് മല, മറ്റിടത്ത് ലാൻഡ് സ്ലൈഡ്, വേറെ സ്ഥലത്ത് പുഴയ്ക്ക് അടിയൊഴുക്ക്, ശക്തമായ മഴ, പിന്നെ ഒരുപാട് കണ്ടീഷൻസ്, അതിൻ്റെ അടുത്ത് കടൽ. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാനും ഉള്ള എക്സ്പെർട്ടൈസ് നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ അത് കർണാടക ജില്ലയിലില്ല, അല്ലെങ്കിൽ കർണാടക സംസ്ഥാനത്ത് കാണത്തില്ല ചിലപ്പോൾ, പക്ഷേ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ഇത് ഒരു സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്ററായി കണ്ടുകൊണ്ട് സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കണമായിരുന്നു. അപ്പോൾ ആരാവും നേതൃത്വം? ജില്ലാ ഭരണകൂടമല്ല, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആവും. അതിൻ്റെ ചെയർമാൻ ആരാ? മുഖ്യമന്ത്രിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും. അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാ? ചീഫ് സെക്രട്ടറിയാണ്. കമാൻഡർ ഇൻ ചീഫ് എന്നുള്ള ഒരു പേര് കൂടി ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിലുണ്ട്. അപ്പോൾ കമാൻഡർ ഇൻ ചീഫായിട്ടുള്ള ചീഫ് സെക്രട്ടറിക്ക് അവിടെ ചീഫ് സെക്രട്ടറി ലെവലിൽ മീറ്റിങ്ങുകൾ നടക്കുകയും DGP അടക്കമുള്ള ഉന്നതതല ഉദ്യോഗസ്ഥരെ ഇവിടെ നമ്മുടെ അങ്കോളയിൽ നടക്കുന്ന ഉന്നതതല മീറ്റിംഗ് MLA പറഞ്ഞല്ലോ. എന്താണ് അവിടുത്തെ ഉന്നതതലം? കളക്ടറാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ. കളക്ടറും അവിടുത്തെ സ്ഥലം MLA ഇരിക്കുന്ന മീറ്റിംഗാണ്. പിന്നെ നമ്മുടെ മന്ത്രിമാർ അതിഥികളായി പോയതാണ്. സച്ചിൻ ദേവ് MLA അടക്കമുള്ള ആളുകൾ പോയത് അതിഥികളായി, ഗസ്റ്റായി അല്ലെങ്കിൽ സഹായിക്കാൻ പോയതാണ്. അവിടെയുള്ള സംവിധാനത്തിൻ്റെ ഉന്നതതല യോഗം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സമിതിയാണ്. പിന്നെ ചീഫ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള കൺവീനറായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സമിതിയാണ് അവിടുത്തെ ഉന്നതതല സമിതി. ആ സമിതി കൂടിയിട്ടുണ്ടോ? ആ സമിതി കൂടിയാൽ
തീർച്ചയായിട്ടും സേനയിലെയും നാവികസേനയിലെയും ഏതു സേനയിലെ ഏറ്റവും ഉയർന്ന ആളുകൾ വരും. ഒരു ജില്ലാ ഭരണകൂടം വിളിച്ചാൽ വരുന്നതിനൊക്കെ പരിമിതിയുണ്ടെന്നേ. നമ്മൾ പ്രോട്ടോകോൾ സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന രാജ്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് പരിമിതികൾ വളരെ വളരെ വലുതാണ്. അപ്പോൾ ചീഫ് സെക്രട്ടറി ലെവലിലുള്ള ഒരു ഇൻ്റർവെൻഷനൊക്കെ, കാരണം ആ ചീഫ് സെക്രട്ടറി എന്നുള്ള കപ്പാസിറ്റിയിലല്ല ഞാനീ പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യേണ്ടുന്ന കമാൻഡർ ഇൻ ചീഫ് എന്ന പദവി, രാജ്യം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആ രീതിയിൽ ഇത് കാര്യങ്ങൾ കുറേ കൂടി സീരിയസ് ആയി കോർഡിനേറ്റ് ചെയ്യുകയും വളരെ സീനിയർ ലെവലിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥനും ആ ഒരു ടീം ഓഫ് എക്സ്പേർട്ടും അവിടെ പോയി കാര്യങ്ങൾ വിശകലനം ചെയ്ത് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ഇത് ഇന്ദ്രപാൽ സാർ വന്നതും വേറെ റൂട്ടിലാണ്, നമ്മുടെ ഇന്നിപ്പോൾ ഈശ്വർ വന്നതും വേറെ റൂട്ടിലാണ്, വേറെ ഇതിൻ്റെ അടുത്ത് രഞ്ജിത്ത് ഇസ്രായേൽ വന്നതും വേറെ റൂട്ടിലാണ്. അങ്ങനെ വേറെ റൂട്ടിലുള്ള ആളുകൾ എക്സ്പെർട്ടൈസ് വന്ന് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് അല്ല ഇത്. ഇത് ജില്ലയിൽ എക്സ്പെർട്ടൈസ് ഇല്ലെങ്കിൽ അടുത്ത ജില്ലകളിൽ നിന്ന് എടുക്കുക, അവിടെ എക്സ്പെർട്ടൈസ് ഇല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്ന് എടുക്കുക, അവിടെ എക്സ്പെർട്ടൈസ് ഇല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് എടുക്കുക, അവിടെ ഇല്ലെങ്കിൽ ഇൻ്റർനാഷണൽ തലത്തിൽ നിന്ന് എടുക്കുക. ഇതല്ലേ രാജ്യം? അങ്ങനെയല്ലേ നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. നമ്മൾ കാർഗിൽ യുദ്ധം ജയിച്ചതിൻ്റെ 25 വർഷമാണ് ഇന്നലെ. അപ്പോഴാണ് 5 അടിയോ 10 അടിയോ 20 അടിയോ ആഴത്തിൽ കിടക്കുന്ന 8 or 9 നോട്ട് പ്രശ്നമുള്ള ഒരു നദിയിൽ കിടക്കുന്ന ഒരു ലോറിയും അതുമായി ബന്ധപ്പെട്ട ആളുകളെ എടുക്കാൻ കഴിയുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊന്നും ആരെയും കുറ്റപ്പെടുത്തല്ല. നമ്മൾ അക്കാഡമിക്കായിട്ടുള്ള ഒരു ചാർട്ട് തയ്യാറാക്കി നോക്കുക. എന്താണ് ഇതിൻ്റെ ഒരു പ്രോഗ്രഷൻ, ഈ പ്രോസസ്സിൻ്റെ ഒരു പ്രോഗ്രഷൻ എന്താണ്, അല്ലെങ്കിൽ പ്രോഗ്രസ് എന്താണ്, ആര് പണിയെടുത്ത്